UDFിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലമൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഭരണമാറ്റം അനിവാര്യമായി തീർന്നിരിക്കുക, ഉണ്ടാകട്ടെ. UDF വരുന്നതിന് അപ്പുറം ജനങ്ങൾക്ക് വേറെ തരത്തിലുള്ള ആശങ്ക ഒരു ലീഗിൻ്റെ അപ്രമാദിത്വം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ലീഗിനെ പലരും ഭയക്കുന്നുണ്ട്. കാരണം അത് കോൺഗ്രസ് നയിക്കുന്ന UDF വരുമ്പോൾ UDFിനെ തന്നെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കില്ലേ? കേരള രാഷ്ട്രീയത്തിൻ്റെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ അങ്ങനെ ഒരുപാട് ഭയത്തോടെ അല്ല ഒരു കാലഘട്ടത്തിൽ ആളുകൾ കണ്ടിരുന്നത്. കാരണം കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഭാഗമായിട്ട് വിശേഷം 60 മുതൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാന റോൾ ലീഗിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ മതേതര ചിത്രമായിട്ട് അല്ലെങ്കിൽ മതേതര സർട്ടിഫിക്കറ്റ് വാങ്ങി അല്ലെങ്കിൽ ആ തരത്തിൽ കാര്യമായ വിമർശനങ്ങൾക്കൊന്നും ലീഗ് വിധേയമായിട്ടില്ലായിരുന്നു ഇതുവരെ. 2011 മുമ്പുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2011 കേരളത്തിലെ UDF അധികാരത്തിൽ വരുമ്പോൾ കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നത്. ലീഗിന് 20 സീറ്റുകൾ ലഭിച്ചു. ഏറ്റവും സുപ്രധാന കക്ഷിയായിട്ട് ലീഗ് മാറുന്ന സാഹചര്യമുണ്ടായി 2011 തിരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ 2011 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ചില വിവാദങ്ങളുണ്ടായി. അപ്പം മുസ്ലിം ലീഗിൻ്റെ മിനിസ്റ്റേഴ്സിൽ അവർ പിൽക്കാലത്ത് 5 മന്ത്രി വേണമെന്ന് പറഞ്ഞിട്ട് 5ാം മന്ത്രി വിവാദമുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മന്ത്രി മന്ദിരത്തിലേക്ക് അദ്ദേഹം താമസിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പ്രധാന കാരണം ആ മന്ത്രി മന്ദിരത്തിൻ്റെ പേര് നമ്മുടെ പുണ്യനദി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ നദിയായിട്ടുള്ള ഗംഗ എന്നുള്ള പേരായിരുന്നു. അപ്പോൾ അത്തരം ഒരു നദിയുടെ പേര് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അത് ഗ്രേസ് എന്നോ മറ്റോ മാറ്റുകയുണ്ടായി. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു വിവാദം ഉണ്ടാകുന്നത് ശ്രീ അബ്ദുൾ റബ്ബ വിദ്യാഭ്യാസ മന്ത്രി എന്നതിൽ. അപ്പം പിന്നീട് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ പാതയിലേക്ക് ലീഗ് മാറുന്നതുണ്ടായത്. ഇപ്പോൾ 2016 21 അവർക്ക് മിസ്സായി. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ കഴിഞ്ഞില്ല. പക്ഷേ 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ വൻപിച്ച ഒരു മത ധ്രുവീകരണം കേരളത്തിലുണ്ടായി. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ലീഗിനെ ഭയക്കാൻ കാരണമാകുന്നത് 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു ഭാഗം അതിനുശേഷവും സമാന്തരമായിട്ട് ജമായത്തെ ഇസ്ലാമിയെ വെള്ളപൂശി അതിനെ മതേതരത്തിൻ്റെ ഒരു പ്രതിച്ഛായയൊക്കെ നൽകിയിട്ട് കോൺഗ്രസും UDFും അതിൻ്റെ വെൽഫെയർ പാർട്ടിയെ കൂടെ നിർത്തുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ഭയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. അതിൽ BJPയുടെ ഭാഗത്ത് നിന്നല്ല ഈ വിഷയം പ്രധാനമായിട്ട് ഉയർത്തിയത്. അതായത് നമ്മുടെ LDF CPMുമാണ് ഈ വിഷയം ശക്തമായ രീതിയിൽ ജനങ്ങളെ മുന്നിലേക്ക് വന്നത്. അതായത് ജമായത്തെ ഇസ്ലാമി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു സുപ്രധാന റോള്, അത് ഡിഫാക്റ്റോ ആയിട്ടുള്ള റോളാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ജമായത്തെ ഇസ്ലാമിക്ക് വോട്ടുണ്ടോ എന്നുള്ളതല്ല, ജമായത്തെ ഇസ്ലാമി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് കേരളം മാറും, കേരള രാഷ്ട്രീയം മാറും, ഭരണകൂടം മാറും എന്നൊരു ഭയം വലിയൊരു ശതമാനം ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ജമായത്തെ ഇസ്ലാമി വിഷയം ശക്തമായി ചർച്ച ചെയ്യാനായിട്ടും അവർ തന്നെയാണ് ഈ വിഷയം ഒരുപാട് ജനങ്ങളുടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. സ്വാഭാവികമായിട്ടും BJP അതിനകത്ത് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു ഭയമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുന്നത് ലോക്സഭയിലും കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലുമൊക്കെ തന്നെ മതപരമായൊരു ധ്രുവീകരണം നടന്നു. അത് നമ്മുടെ ഒരു ആരോഗ്യകരമായ ജനാധിപത്യ വ്യവസ്ഥയിൽ അത് നല്ലതല്ല. അപ്പോൾ നമുക്ക് മുസ്ലിം ലീഗ് കൊണ്ട് നമുക്കാർക്കും വിയോജിപ്പില്ല. പക്ഷേ അതിൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധ്രുവീകരിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ UDFന് ഒരു ചെറിയ ഭൂരിപക്ഷമാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് വിജയമായിരിക്കും. 27 സീറ്റുകൾ മത്സരിക്കുന്ന അവർ 23-24 സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്കും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരായാലും അതായത് ദുർബലനായൊരു മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം തമ്മിൽ പോരാടുന്നവർ ഒരു കോംപ്രമൈസിൽ, അത് VD സതീശനാണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും ഇനി വേണുഗോപാൽ വന്നാലും ഹൈക്കമാൻഡ് പാണക്കാട് തന്നെ ആയിരിക്കും. അല്ല, മുഖ്യമന്ത്രിക്ക് ഈ ഒരുപാട് അവകാശങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ UDF കർണാടകയിലെ പോലെ എന്തെങ്കിലും ഒരു ടേൺ അങ്ങനെ ചെയ്താലും, ഞാനിപ്പോൾ ഉദാഹരണത്തിന് 2 വർഷത്തേക്ക് ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം, കോൺഗ്രസിനത് പുതിയ കാര്യമല്ല, അത് ചെയ്താലും ആ ഗവൺമെൻറ്റിന് ഒരു ശക്തനായ നേതൃത്വം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ മേൽക്കോയ്മ നേടും.
മറ്റൊന്ന് കേരളത്തിൽ നമുക്കറിയാലോ, കഴിഞ്ഞ ലാസ്റ്റ് UDFിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ ഏതാണ്ട് 85% ബഡ്ജറ്റ് വിനിയോഗിക്കുന്ന വകുപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല എന്നവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രിയുടെ ആവശ്യം അവർക്കില്ല. കാരണം മുഖ്യമന്ത്രി, ഡിഫാക്ടോ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൻ്റെ കയ്യിലായിരിക്കും. ഈ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മൻമോഹൻ സിംഗ് 10 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും പല അന്താരാഷ്ട്ര തലത്തിൽ തരത്തിലുള്ള ഈവൻ്റ് അല്ലെങ്കിൽ നമ്മൾ ചില ഗസ്റ്റ് വരുമ്പോൾ, രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ പ്രധാനമന്ത്രി പുറകെ നിൽക്കുകയും UPA അധ്യക്ഷയായ സോണിയാഗാന്ധി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു ഡ്യുവൽ ലീഡർഷിപ്പായിരുന്നു UPA ഗവൺമെൻറ്റിന്. യഥാർത്ഥ പ്രധാനമന്ത്രി സോണിയാഗാന്ധി ആയിരുന്നു. അപ്പോൾ അതുപോലെ മുസ്ലിം ലീഗിലായിരിക്കും ഭരണകൂടത്തിൻ്റെ താക്കോൽ. മാത്രമല്ല 2011 ഞാൻ 2011-16 സർക്കാരിൻ്റെ സുപ്രധാന വകുപ്പുകളെല്ലാം, അതായത് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ ബഡ്ജറ്റ് വിനിയോഗിക്കേണ്ട വകുപ്പുകളെല്ലാം തന്നെ മുസ്ലിം ലീഗിലായി. ഇപ്പോൾ തന്നെ ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം 4-ാം തീയതിക്ക് മുമ്പ് തന്നെ ആരൊക്കെ ആയിരിക്കും, ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ളതെല്ലാം തന്നെ ഫൈനലൈസ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കേരളത്തിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ചകളും വിവാദങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ വരുന്ന UDF സർക്കാർ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷം പ്രതിപക്ഷമായി പുറത്തു നിന്നിട്ടും ഒരു പാഠവും പഠിക്കാതെയാണ് അവർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അതായത് കോൺഗ്രസിൻ്റെ തമ്മിലടിക്കുന്ന ഒരു കൾച്ചർ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിലും കരുണാകരനും ആന്റണിയും തമ്മിലൊക്കെയുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ തെരുവിലേക്ക് ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഫ്ലക്സുകൾ വരിക, സോഷ്യൽ മീഡിയയിലൂടെ വരിക, അവരവർ തന്നെ അവർക്ക് നമ്മുടെ ഒരു ഇമേജ് ബിൽഡിങ്, അതായത് ജയിച്ചതിന് ശേഷം ഞാൻ മഹാനായിരുന്നുവെന്നും എൻ്റെ ചെറുപ്പകാലം മുതലേ സ്കൂളിലെ KSU പ്രവർത്തനം മുതലെയുള്ള ചരിത്രമൊക്കെ സപ്ലിമെൻ്റ് ഇറക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അതൊക്കെ വളരെ ഈ വോട്ട് ചെയ്തവരുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഈ UDFന് വോട്ട് ചെയ്തവരെ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഗ്രൂപ്പിസം ഗുണം ചെയ്യുന്നത് മുസ്ലിം ലീഗിലായിരിക്കും. അപ്പം ഞാൻ ഭയക്കുന്നത് വരുന്ന UDF സർക്കാർ കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾക്ക് പാത്രമാകുന്നൊരു സർക്കാരാകും. കാരണം ഈ തരത്തിലൊരു മതപരമായ ധ്രുവീകരണം അതിൻ്റെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിക്കും. കാരണം അല്ലെങ്കിൽ അതിനൊരു മതേതര സ്വഭാവം അവർ കാണിക്കും. പക്ഷേ 2011 അത് കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഗവൺമെൻറ്റിൽ ഇപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ, അത് പൊതുമരാമത്ത് വകുപ്പായിരിക്കാം, മറ്റ് പല വകുപ്പുകളെല്ലാം തന്നെ നമുക്കറിയാം കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ ലീഗിന് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള വകുപ്പുകളുണ്ട്. അപ്പം ചുരുക്കം ചില വകുപ്പുകളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ എക്സൈസ്, റവന്യൂ, ഇതുപോലെ 2-3 വകുപ്പുകൾ മാത്രമായിരിക്കും മറ്റ് ഘടകകക്ഷികൾ. മറ്റൊരു അപകടം ഈ UDF സർക്കാരിനുണ്ടാകുന്നത് UDFിൽ മുസ്ലിം ലീഗ് അല്ലാത്തൊരു ഘടകകക്ഷി, ശക്തമായൊരു ഘടകകക്ഷി ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കേരളത്തിലെ സഭകൾ ഈ UDFന് അനുകൂലമായി നിലപാടെടുത്ത ക്രിസ്തീയ സഭകൾക്കും കാര്യമായി സർക്കാരിൽ ഇടപെടാൻ കഴിയില്ല. കാരണം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയ പാർട്ടി മാത്രമാണ് അതിനകത്ത് പങ്കാളിത്തമുണ്ടാകുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും വരുന്ന സർക്കാരിൽ കേരളത്തിലെ ക്രിസ്തീയ സഭകൾക്ക് സംതൃപ്തി ഉണ്ടാവാനും വഴിയില്ല. കാരണം സുപ്രധാന വകുപ്പുകളെല്ലാം മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടാവും. കോൺഗ്രസ്സിന് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഹൈക്കമാൻഡ് പണക്കാടിരിക്കുന്നിടത്തോളം കാലം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മതേതര സ്വഭാവം അതിനുണ്ടാകുകയുമില്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് തന്നെ നമ്മൾ കാരണമായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുസ്ലിം ലീഗ് കേരളത്തിൽ സുപരിചിതമായൊരു പാർട്ടിയാണ്. ഇപ്പം 2011 മുമ്പുള്ള മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുസ്ലിം ലീഗിനെ ഒരുപാട് വിവാദങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് പോലും മുസ്ലിം ലീഗ് അത്തരം നിലപാടുകളൊന്നും എടുക്കാത്തൊരു പാർട്ടിയാണ്. പക്ഷേ ഒരു മതപരമായ ധ്രുവീകരണത്തിൻ്റെ ചാലകശക്തിയായി അത് മാറുന്നു എന്നുള്ളതാണ് മറ്റ് സമൂഹങ്ങൾക്ക് ഭയം സൃഷ്ടിക്കുന്നത്. അത് ഭരണത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ഭരണകക്ഷി തന്നെ വിഭജിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും അത് കൂടുതൽ അപകടമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ കാണുന്നത് ഒരു ഗവൺമെൻറ് UDF രൂപീകരിക്കുകയാണെങ്കിൽ ഇപ്പം നിലവിലുള്ള ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ചർച്ചകൾ ആരോഗ്യകരമായ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന ചർച്ചകളല്ല കോൺഗ്രസിനകത്ത് നടക്കുന്നത്. UDFുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ പല നേതാക്കൾ, ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്.
അവരെല്ലാവരും പരസ്യമായിട്ട് പറയുകയും പരസ്യമായിട്ട് വിലക്കുകയും ഒക്കെ ചെയ്യുകയും വീണ്ടും അത് എന്താണ് സമൂഹ നൃത്തം ആണോ ഈ ഒറ്റ ആളുകൾ പങ്കെടുക്കുന്ന നൃത്തമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ട്. ഇത് രാഹുൽ ഗാന്ധി തന്നെ മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് മുസ്ലിം ലീഗിനെ കൂടുതൽ ശാക്തീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാനിത് വളരെ വിമർശനപരമായി പറഞ്ഞത് ഒരർത്ഥത്തിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് കേരളം പോകാതിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് മുസ്ലിം ലീഗിനോട് വിയോജിപ്പില്ലല്ല ഞാൻ പറഞ്ഞു. പക്ഷേ മതപരമായ ധ്രുവീകരണം കേരള രാഷ്ട്രീയത്തിന് ഗുണം ചെയ്തില്ല, അതൊരു അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.